എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്, നീർദോശ. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ നീർദോശ നമുക്കൊന്ന് വീഡിയോയിൽ കണ്ടു നോക്കാം. നീർദോശ ഉണ്ടാക്കുന്നതിന് ഞാൻ 1 കപ്പ് നേർമിച്ച വറുത്ത അരിപ്പൊടി എടുത്തിരിക്കുകയാണ്. ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെയൊക്കെ വറുത്ത അരിപ്പൊടിയാണിത്. നമ്മൾ ഈ മാവ് എടുക്കുമ്പോൾ ഇതുപോലെ വടിച്ച് എടുക്കണം. അളവ് കറക്റ്റായിരുന്നാൽ നമ്മുടെ നീർദോശ നന്നായിട്ട് വരും. നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ആ സെയിം കപ്പിൻ്റെ അളവ്, ഇത് 250 ml ആണേ. അത്രയും വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അളവെടുക്കുന്നതെല്ലാം ഒരുപോലെ ആയിരിക്കണം, അല്ലെങ്കിൽ നീർദോശ ശരിയായിട്ട് വരികയില്ല. 1/4 കപ്പ് തേങ്ങാ ചുരണ്ടിയതും കൂടെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഫൈനായിട്ട് അരച്ചുകൊണ്ട് വരാം. നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പം നമ്മൾക്ക് ഈ മാവ് ഒരു ദോശയുടെ ബാറ്ററിലോ ഇല്ല അപ്പത്തിൻ്റെ ബാറ്ററിലൊക്കെയാണ് ഇരിക്കുന്നത്. നീർദോശയുടെ മാവ് നല്ല ലൂസായിരിക്കണം. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം 1 കപ്പ് അരിപ്പൊടിക്ക് നമ്മൾ 2 കപ്പ് വെള്ളം ചേർത്തു, 1/4 കപ്പ് തേങ്ങ ചേർത്തു, 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് നമുക്കൊന്ന് കലക്കിയെടുക്കാം. നമ്മൾ ഓരോ പ്രാവശ്യം ചുട്ടെടുക്കുമ്പോഴും നല്ലപോലെ കലക്കി വേണം തവിയിൽ മാവെടുക്കാനായിട്ട്. നമുക്കെന്നാൽ നീർദോശ ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പാൻ ചൂടായെങ്കിൽ നീർദോശയിലെ ഹോളൊക്കെ വന്ന് നല്ല ഭംഗിയാവത്തുള്ളൂ. ഇപ്പം പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇനിയും ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം. നമ്മൾ നീർദോശ ഉണ്ടാക്കുമ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്താലേ ഉള്ളൂ. ഒറ്റ പ്രാവശ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. നമുക്ക് ഈ നീർദോശയുടെ മുകളിലോട്ട് ഇച്ചിരി ഓയിൽ പരട്ടി കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നീർദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കിതെടുക്കാം. ദോശ ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അടുത്തതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നീർദോശ എല്ലാം ഞാൻ ചുട്ടെടുത്തിരിക്കുകയാണ്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇതിൻ്റെ കൂടെ മുട്ട റോസ്റ്റോ ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ ഉപയോഗിക്കാം. ഞാൻ നീർ റോസ്റ്റിന് തേങ്ങാപ്പാലും പഞ്ചസാരയുമാണ് എടുത്തിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. ഈ തേങ്ങാപ്പാലും പഞ്ചസാരയും വെച്ച് നീർദോശയൊന്ന് കഴിച്ചു നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നാളെ നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.